ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിതേ മറ്റൊരു ഓണം കൂടി എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് എറണാകുളത്തല്ല, വയനാട്ടിലേക്കാണ്. ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ വയനാട് പോയിട്ട്. അപ്പം ഇത്തവണ എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിതേ രാവിലെ റെഡിയാകുകയാണ്. അപ്പം അതിന് മുന്നേ ഒരു കുഞ്ഞ് പൂക്കളിട്ടേക്കാന്ന് വിചാരിച്ചു. കോളേജിലൊക്കെ പോകണതുകൊണ്ട് എനിക്ക് ഡെയിലി ഇടലൊന്നും നടക്കാറില്ല. അപ്പം ഇന്ന് എന്തായാലും ഒരു പൂക്കളിട്ടേക്കാന്ന് വിചാരിച്ചു. എനിക്ക് പൂക്കൾ കൂടുതൽ അങ്ങനെ അരിഞ്ഞ പൂക്കളിടുന്നത് വലിയ ഇഷ്ടമല്ല, പിന്നെ മടിയുമാണ്. അതുകൊണ്ട് ഞാൻ പൂക്കൾ അധികം കിള്ളാതെയാണ് പൂവായിട്ട് തന്നെ വെച്ചുകൊണ്ടാണ് ഞാൻ പൂക്കളം ചെയ്തത്. അപ്പം നമുക്കിവിടെ പണ്ടത്തെ പോലെ കാക്കപ്പൂവോ തുമ്പപ്പൂവോ അല്ലെങ്കിൽ മുക്കൂറ്റിയോ അങ്ങനെ ഒന്നും തന്നെ ഇപ്പം അവൈലബിൾ അല്ല. ആകെ നമുക്ക് നമ്മുടെ ഹൈക്കോർട്ടിൽ നിന്ന് കിട്ടുന്ന മറ്റേ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വയനാട് എന്നിട്ട് വേണം കുറച്ച് കാട്ടിലൊക്കെ കയറി 2-3 പൂക്കളൊക്കെ പറിച്ചിടാനായിട്ട്. അപ്പോഴേ നമ്മുടെ ആ ഒരു ഓണം വൈബ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ മാത്രമല്ല, അപ്പച്ചനും അമ്മച്ചിയൊക്കെ കൂടെ വരുന്നുണ്ട്. മോളെ ഇന്ന് ബോർഡിങ്ങിലാക്കാൻ പോണേണല്ലോ. നല്ല ഒച്ചായ. സാധാരണ നമ്മൾ ബെല്ലനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ആരെങ്കിലും വന്നിടക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പോകും. പിന്നെ നമ്മൾ അധിക ദിവസം അങ്ങനെ മാറി നിൽക്കാറില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ 3 ദിവസത്തോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെല്ലനെ ബോർഡിങ്ങിലാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കിട്ടിക്കോളും. പിന്നെ മറ്റ് പെറ്റ്സൊക്കെ ഉള്ളത് കൊണ്ട് ആളങ്ങനെ അങ്ങ് ബോറടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈം ആണ്ട മാറ്റി നിർത്തണം. ഇതുവരെ നമ്മളങ്ങനെ ബെല്ലനെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. കൊണ്ടുപോയി ആക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് മാറി. കാരണം അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ, വലിയ കുഴപ്പമില്ല. പിന്നെ വേറെയും പെറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേണ്. ഞങ്ങൾ ബെല്ലനെ കൊണ്ട് ആക്കി. ആദ്യം ഒന്ന് ചാടാനൊക്കെ നോക്കി, ഒന്ന് പൊങ്ങി നിവർന്നൊക്കെ നോക്കി. ഞങ്ങൾക്കും ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പയ്യെ ഇങ്ങോട്ട് പോന്നു. അപ്പം നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പുവാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പവും ഇത്തവണ നമ്മുടെ കൂടെ ഓണത്തിന് വയനാട് വരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം വയനാടാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മണി 12 ആയിട്ടുണ്ട്. അപ്പോൾ ദേ വേഗം റെഡി ആയിട്ട് ഇനി പോണ വഴിക്ക് ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാം. ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം ഫുഡ് ഉണ്ടാക്കി, രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഉച്ചയ്ക്കത്തെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടി. അപ്പോൾ അതോടുകൂടി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലോണം നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടാണ് പോണത്. പോണ വഴിക്ക് എവിടെയെങ്കിലും നിർത്തി കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി, മൊത്തത്തിൽ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇനി പോണ വഴിക്ക് കാണാം. നമ്മുടെ വ്ളോഗ് കാണുന്ന പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ വീട് വയനാടാണ്. ഏകദേശം 1 വർഷത്തോളമായി നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ 2 പേർക്കും ടൈം അവൈലബിൾ ആവുന്നതും എല്ലാം കൊണ്ട് നോക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തത്. ഏകദേശം 10 മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് യാത്ര. ഇതേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണ്. 10 മണിക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ട് 1 മണിക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. അടുത്തുള്ളവരോടൊക്കെ വീട്ടിൽ ചെന്ന് അപ്പച്ചനും അമ്മച്ചനെയൊക്കെ പിക്ക് ചെയ്യണം നമുക്ക്. അപ്പൊ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രാജു എടുത്ത് കണക്ട് കാരണം എന്താ ഇപ്പോഴെ ഇറക്കി വിട്ട് വണ്ടി പിടിച്ച് വരാപ്പോഴൊക്കെ പോകണം. തോറ്റി പറ രാമ ചോദിച്ചത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ആഴത്തിൽ ചിന്തിക്കാൻ ആഴമുള്ള കിണറ്റിനടുത്തല്ല കുളത്തിനല്ലായിരുന്നു ഉണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് അപ്പച്ചനും അമ്മച്ചനെ കൊണ്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഫുഡ് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉടനെ വിശക്കും. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. ഫുഡ് കഴിച്ചു, എന്നിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇനി നമുക്ക് പോകുന്ന വഴിക്കൊക്കെ വെയിലാണെങ്കിൽ ഉച്ച സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തണൽ നോക്കി നടക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. നേരെ ചെട്ടിഭാഗം മാർക്കറ്റിൽ ചെന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു, ഡീസലൊക്കെ അടിച്ചു. അങ്ങനെ ഓരോരോ പരിപാടികൾ കഴിഞ്ഞ് നമ്മളതേ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു ചെറിയ പീസ് കേക്ക് വാങ്ങിച്ചു. മറ്റൊന്നുമല്ല, ഇന്ന് ഞങ്ങളുടെ 5th എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ ചായൻ കംപ്ലീറ്റ്ലി മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ്
ജസ്റ്റ് ഒരു പീസ് ഓഫ് കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ഗസ് ചെയ്തെടുത്തായിരുന്നു, കാരണം ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ ആൾക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അത് കട്ട് ചെയ്ത് കഴിച്ചു. ജസ്റ്റ് ഒരു പീസ് ഓഫ് ചെറിയ കേക്ക് മാത്രം. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സാധാരണ യാത്ര തുടങ്ങാറുള്ളത് ഒന്നില്ലെങ്കിൽ വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ ആണ്. അപ്പം നമുക്ക് അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ നൈസായിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് ആ ട്രാവൽ ചെയ്യണ ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് നല്ല അബദ്ധം പറ്റി. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്, നല്ല വെയിലായിരുന്നു. പിന്നെ റോഡ് പണി നല്ലോണം നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കും ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരുന്നത് എനിക്കും അപ്പൂനും ചെറുതായിട്ട് ഒരു കോൾഡിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് മാതിരി ചവർപ്പുള്ളൊരു ടോണിക്കാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അത് ഞാൻ കഴിച്ചത് ഭയങ്കര വിഷമിച്ചാണ്. പിന്നെ അപ്പം കൂടി കഴിക്കണുണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു സമാധാനം. പിന്നെ ഞങ്ങളൊരു 5:45 ആയപ്പോഴത്തേക്കും ഏകദേശം പൊന്നാനി എത്തി. നല്ല ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ട് വീണ്ടും കയറി. കാറിൽ തന്നെ ഇരിക്കുന്ന കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇത്രയും ദൂരം ഇരിക്കണം, പിന്നെ പൊടി, ട്രാഫിക് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അമ്മായി ഭക്ഷണം ഉണ്ടാക്കിയാ? എന്നാലേ കഞ്ഞിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ചിട്ടാ മതി. ഞങ്ങള് പൊന്നാനി എത്തണുള്ളൂ, ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ ബെല്ലയുടെ വിശേഷങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു. അതുപോലെ അമ്മായിനോട് ഫുഡ് വെക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം 11:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കോഴിക്കോട് ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് വരെ വിനു ബസ്സിന് വന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ആൾ ഓൾറെഡി വണ്ടിയിലുണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിനുവിനോട് ബസ്സിന് കയറി വരാൻ പറഞ്ഞത്. പിന്നെ നിബിൻചേട്ടൻ്റെ അനിയനും വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പെരുമ്പാവൂരിന്ന്. പിന്നെ ലാസ്റ്റ് അവൻ പ്ലാൻ മാറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് വിനോനെ എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ചുരമൊക്കെ കയറി കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ താണ്ടി നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് എത്താണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ഓട്ടം ഉണ്ട് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക്. ഏകദേശം 10 മണിക്കൂറോളം ഞങ്ങൾ സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഇറങ്ങിയത് നല്ല ടൈം ആയതുകൊണ്ടും നല്ലോണം ബ്ലോക്കും അതുപോലെ റോഡിലെ വർക്കൊക്കെ നമുക്ക് നല്ല പണി തന്നതുകൊണ്ടും ഏകദേശം ഒരു 12 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് തുടങ്ങിയ യാത്ര നമ്മളുടെ വെളുപ്പിന് അവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ ഒരു 2:30-3 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് ഇരിക്കട്ടെ, വർത്താനമൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് എന്നിട്ട് പയ്യെ കിടക്കും. അപ്പോൾ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിലുണ്ടാവും. എല്ലാവരും കാണാൻ മറക്കരുത്. ബൈ.